എക്സ്പീരിയൻസ് ഇൻ നെറ്റ്വർക്കിംഗിന്റെ 23ാമത്തെ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒട്ടനവധി ദിവസങ്ങൾക്ക് ശേഷമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇത് നെറ്റ്വർക്കറിന് വേണ്ടി മാത്രമല്ല, ഫീൽഡ് എക്സിക്യൂട്ടീവിനും ഒരു സെയിൽസ് മാനേജറിനൊക്കെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. പലരും പല ഫീൽഡ് എക്സിക്യൂട്ടീവ് സെയിൽസ് മാനേജറുമായിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ജോലിയിലാവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് രംഗത്താവാം പ്രവർത്തിക്കുന്ന വ്യക്തികൾ പലരും പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഈ ഫ്രഷർ ആയിട്ടുള്ള പുതുതായിട്ട് ഈ മേഖലയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പറയുന്നത്, ഞാൻ ഒരുപാട് ശ്രമിച്ചു, ഞാൻ ഒരുപാട് ക്ലയൻസിനെ കണ്ടു, ഒരുപാട് പേരെ ഫോണൊക്കെ ചെയ്തു നോക്കി, പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്നെ കൊണ്ട് വിൽക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, ഞാൻ പ്രതീക്ഷ പോലെ ഡെയിലി ഒന്നും എനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയും പലരും അതിൽ നിന്ന് കിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് കേട്ടോ. അതിന് ഒറ്റ കാരണം എന്താണെന്നുള്ളത് ആദ്യത്തെ കാരണം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. പച്ചക്കറി അല്ലെങ്കിൽ പഴങ്ങൾ അല്ലെങ്കിൽ മീൻ വാങ്ങണമെങ്കിൽ ഇവിടെ ചെല്ലും, മാർക്കറ്റിലേക്ക് ചെല്ലുമല്ലേ. അപ്പൊ ആളുകളൊക്കെ ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലം മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ എൻ്റെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവിടെ വിൽക്കപ്പെടുന്നു. ആ മാർക്കറ്റിലേക്ക് ആളുകളെ എത്തിക്കുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിംഗ് മൗത്ത് അഡ്വർടൈസ്മെന്റ് വഴിയായിരിക്കാം. അതായത് നമ്മുടെ വാവഴി പരസ്യം എന്ന് പറയുമല്ലോ, ഞാൻ സംസാരിക്കുന്നു, അതൊരു പരസ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് TV പരസ്യം എന്ന TV ചാനലിൽ ഉണ്ടാകുന്ന പരസ്യം പറയാം, സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ പറയാം, പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങളെ കുറിച്ച് പറയാം. ഇതൊക്കെ അവയർനെസ് ആണ്. നമ്മൾ മറ്റുള്ളവർക്ക് പറയുന്നു എന്റെ പ്രോഡക്റ്റ് ഓർ സർവീസ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ല എന്നല്ല, ഞാൻ ഓരോ ദിവസവും എന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാണ്. അത് 1 മാസം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞോ അത് പിന്നീടാണ് വിൽപ്പനയായിട്ട് മാറുന്നതെന്ന് എപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കുക. അങ്ങനെ അവയർനെസ് കാരണമാണ് ഇന്ന് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത ആളുകളൊക്കെ ആൻഡ്രോയിഡ് മൊബൈലിലേക്ക് അവർ കൺവേർട്ട് ആയതും, ഇന്ന് നോർമൽ മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടിരുന്ന ആളുകളൊക്കെ ഇന്ന് ഇവിടെ പോയി ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് പോയി. അതിന് കാരണം എന്താണ്? പരസ്യമാണ്, മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലാൻഡിംഗ് പേജ് ആണ്. എങ്ങനെ ഒരു മാർക്കറ്റിൽ ചെന്ന് മീൻ വാങ്ങുന്നോ അതുപോലെ ലാൻഡിംഗ് പേജ്, ഒരു ഫ്ലൈറ്റ് ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്നത് പോലെ നമ്മളുടെ ഒരു ലാൻഡിംഗ് പേജ് എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേജിനകത്ത്, ഒരു വെബ്സൈറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു ആപ്പിനകത്തോ ചെന്ന് മീൻ വാങ്ങാം, പച്ചക്കറി വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് രംഗത്ത് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം മാർക്കറ്റിംഗ് ആണ്. സോ മാർക്കറ്റിംഗ് ആണ് എല്ലാം. മാർക്കറ്റിംഗ് ഈസ് എവറിത്തിങ്, എവറിത്തിങ് ഈസ് മാർക്കറ്റിംഗ് എന്നത് മറക്കണ്ട. ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് ചിന്തിക്കണ്ട, ഞാൻ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നത് എപ്പോഴും മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ.